പബ്ബിലെ ലൈഫൊക്കെ എങ്ങനെയുണ്ട് അത് പറ. പബ്ബിൽ സത്യം പറയാലോ എനിക്കത്ര ഞാൻ നുണ പറയാല്ലോ കേട്ടോ, ഞാൻ മാന്യനാവാൻ വേണ്ടിട്ട് പറയുമല്ലോ, എനിക്ക് പബ്ബ് അത്ര ഇഷ്ടമായിട്ടില്ല. പബ്ബില് പോക്കില്ല? പോക്ക് ഒറ്റ വട്ടമുള്ളൂ പോയിട്ട്, അതായത് 3 വട്ടം പോയിക്കണം മൊത്തം. അത് ഒരു വട്ടം ഞാൻ ചെന്നപ്പത്തിന് വേറെണ്ട ഞാൻ പറഞ്ഞേ അതിക്ക് ഓൾറെഡി ഇല്ലതാ. ഒരു വട്ടം ചെന്നപ്പത്തിന് എല്ലാരും പൊയ്ക്കണ്. 2ാമത്തെ വട്ടം പിന്നെ ചെന്നപ്പോ ഒരു മാട്ട പബ്ബ് ചെയ്യുന്നു. പിന്നെ 3ാമത്തെ വട്ടം ചെന്നപ്പോ അത്യാവശ്യം ആൾക്കാരും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ പെണ്ണുങ്ങളൊക്കെ തുള്ളല്ലേ. എന്നിട്ട് അപ്പൊ എനിക്ക് അങ്ങനെ അറിയാത്തവർക്ക് ഇഷ്ടമല്ലല്ലോ. സത്യം ഞാൻ നോണ ചിരിക്കണ്. ഇല്ലല്ല ഞാൻ അങ്ങനെ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല. അല്ല, നല്ലൊരു മനുഷ്യൻ, സാലിഹത്തായി ബിലീസാണ്. അല്ലല്ല ഞാൻ നല്ലൊരു ചെറുക്കൻ. പിന്നെ കഴിഞ്ഞ ദിവസം സ്റ്റോറി ഉണ്ടല്ലോ, എന്തോ അക്കൗണ്ട് അടിച്ചു പോവാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. അതൊരു കോമഡി ഉണ്ട്. അതെന്താ വെച്ചാലേ എനിക്ക് ഈ ബാഡ്ജിന്റെ ഈ ടിക്ക് കിട്ടാനായിക്കോന്ന് പറഞ്ഞിട്ട് മെറ്റന്റെ തന്നെ ഒരു നമുക്ക് കണ്ട ഒറിജിനലാന്ന് തോന്നുന്ന ഒരു ഇമെയിലിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു, ഇത് അടിച്ചു കൊടുക്കുന്ന പറഞ്ഞിട്ട്. ഞാൻ എന്റെ യൂസർ നെയിം, ഞാൻ ജന്മന പൊട്ടനാണല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അടിച്ചു കൊടുത്തു, എന്റെ പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു. പിന്നെ ചെറുക്ക് ഇങ്ങനെ ഇതൊക്കെ ഇടുന്നു, മറ്റേ OTP ഒക്കെ ഇടുന്നു. ഞാൻ അതില്ലേ വെരിഫിക്കേഷൻ, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അത് ഇട്ടിരുന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് ഞാൻ OTP പറഞ്ഞു കൊടുത്താലുള്ളൂ ആവുള്ളൂ. അപ്പൊ എന്തായി, ഞാൻ പെട്ടെന്ന് പോയി പാസ്വേഡ് മാറ്റി. ഇപ്പൊ കുഴപ്പമില്ല, കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. പോവാ പോവൂലായിരിക്കും. യൂട്യൂബിൽ ഇപ്പോൾ നിരവധി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അല്ലെ. യൂട്യൂബിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം തന്നെ പലതരം കോണ്ടന്റുമായി ക്രിയേറ്റേഴ്സ് ലൈവ് ആണ്. അത് മാത്രമല്ല, ഓരോ ദിവസം കൂടുന്തോറും പൊട്ടിമുളയ്ക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നമ്മൾ കാണാറുമുണ്ട്. പലതരം വെറൈറ്റി ടോപ്പിക്സും ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും വ്ളോഗേഴ്സും ഒക്കെ മുന്നോട്ട് വരുന്നത്. ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ആണ് പലരും തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ചിലവൊന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ചെയ്ത് കാണിക്കേണ്ട. നമ്മുടെ ഡെയിലി ലൈഫ്, നമ്മുടെ ജീവിതം തന്നെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, നല്ല വ്യൂവേഴ്സിനെ കിട്ടും. അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഡെയിലി ലൈഫ് കാണാനൊക്കെ ഇഷ്ടമുള്ള നിരവധി ആൾക്കാരാണ് ഉള്ളത്. ഒരു സ്ട്രെസ് റിലീഫ് കൂടിയാണ് ഈ വ്ളോഗിംഗ് അല്ലെ. ഇൻസ്റ്റഗ്രാമിലൂടെ പലർക്കും അറിയാവുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും സൂപ്പർ വാവ. വെറൈറ്റി കണ്ടന്റും വ്ളോഗിങ്ങും ഒക്കെയായി തകർത്താടുകയാണ് സൂപ്പർ വാവ എന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. ഒപ്പം ഫാത്തിമ എന്നൊരു പെൺകുട്ടി കൂടിയുണ്ട്. ഇവരുടെ കോംബോ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. 6 ലക്ഷത്തിൽ അധികം ഫോളോവേഴ്സ് ആണ് സൂപ്പർ വാവ എന്ന കോണ്ടന്റ് ക്രിയേറ്ററിന് ഉള്ളത്. അപ്പൊ ഇപ്പൊ എങ്ങനെ സിംഗിൾ ലൈഫ് എങ്ങനെയാ സഹിക്കണേ? എനിക്ക് ഈ പെണ്ണ് കേസല്ല ഒന്ന് ചോദിക്കല്ലേ, ഇതിനകത്തുള്ളതാ. അതെ, എനിക്ക് നിങ്ങളെ ഇഷ്ടം, സിംഗിൾ ഇഷ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്തൊന്നും പറഞ്ഞല്ലോ, അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പൊ സിംഗിളാന്ന് പറഞ്ഞില്ലേ. എനിക്ക് വിശ്വസിച്ചിട്ടില്ല. എന്നാലും എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിംഗിൾ ലൈഫിൽ ഇങ്ങനെ സഹിച്ച് ജീവിക്കണേ? സഹിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു സ്വാലിഹത്തായ കുട്ടീനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവന്റെ ഇൻസ്റ്റാഗ്രാം നോക്കി അറിയാം എത്ര സ്വാലിഹത്തായ കുട്ടികൾ ഉണ്ടെന്ന്. അല്ല, നമുക്ക് ഈ ഇൻസ്റ്റയിൽ വരുന്ന പോലെ അല്ല നമുക്ക് ശരിക്കും വരുന്നത്. നേരിട്ട് വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? നേരിട്ട് ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്, അല്ലാതെ കോളേജിലൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട്, ബിഫോർ ഇന്റർവ്യൂവും ആഫ്റ്റർ ഇന്റർവ്യൂവും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? എന്താ വെച്ചാ, ഗേൾസിന്റെ കുറെ ഫാൻസ് അങ്ങനെ പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്, കുറെ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാ ആരും നേരിട്ട് വരില്ല. നേരിട്ട് വാ ഗായ്സ്, എന്താ നോക്കിക്കണേ. പിന്നെ അത് മാത്രല്ല, ഒക്കെ പോസ്കോ അധികം തന്നെ. അവക്ക് പേടിയാ, വെറുതെ എന്തിനാ. BJ മച്ചാനെ കണ്ടില്ലേ, അതിന്റെ ഉള്ളിലേക്ക് ഭയങ്കര ഇടങ്ങാറ് അത്രേ. ഞാൻ അവന്റെ വീഡിയോ കണ്ട. ആണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് പറയണം, എല്ലാരും കേട്ടോട്ടാ. എല്ലാവരുടെയും ലൈഫില്, എല്ലാവരുടെയും വിജയത്തിന്റെ പിന്നാലെ പിന്നില് ഒരു പെൺകുട്ടി ഉണ്ടാവും. എന്റെ വിജയത്തിന്റെ പിന്നില് ഞാനല്ലേ? ഇന്ന് രാവിലെ വിളിച്ചപ്പോ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, അങ്ങനെ രക്ഷപ്പെടാണ്. ഒന്ന് എല്ലാരുടെ അടുത്തും ഒന്ന് പറ. ഇങ്ങനെ പറഞ്ഞേക്കണു പക്ഷെ പറയാന്, പക്ഷെ എന്നാലും ഞാൻ പറയാ, അല്ല ഓൾ അങ്ങനെ പറഞ്ഞേക്കണു. ഇന്ന് വരുമ്പോ ഇന്നോട് പറയാ, അല്ല ഞാൻ പറയാം സംഭവം. ഓളിനോട് ഇങ്ങനെ പറഞ്ഞേക്കണു, ഇങ്ങനെ അതായത് പറഞ്ഞേക്കണു, ഇജ് പറഞ്ഞേക്കണു. അല്ല ഗൈസ് പറഞ്ഞേക്കണു. പക്ഷെ ഞാൻ പറയാലോ, ഇജിന്റെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷമാണ്
കൊറേ സത്യം പറയാം, അതങ്ങനെയാണ്, കൊറേ ഒരു റീച്ച് കയറിക്കണം. താങ്ക് മീ ലേറ്റർ. ഓക്കെ. ഓക്കെ, ബ്രസീൽ ഓർ അർജന്റീന? ബ്രസീൽ. ബ്രസീലിൽ ആരെ ഇഷ്ടം? നെയ്മറിനെ. ഓക്കെ, അർജന്റീനയിലോ? മെസ്സിനെ. ക്രിസ്ത്യാനോ ഓർ മെസ്സി? ക്രിസ്ത്യാനോ. ഉറപ്പിക്കാവോ? ഓക്കെ, ബംഗളൂരു FC ഓർ കേരള ബ്ലാസ്റ്റേഴ്സ്? കേരള ബ്ലാസ്റ്റേഴ്സ്. എന്റെ സ്വപ്നങ്ങളിലൊക്കെ ഒന്നായിരുന്നു, എന്റെ സ്വപ്നത്തിലൊക്കെ ഒന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. പലതരം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും, അതായത് ഫുഡ് ആണെങ്കിലും ടെക്നോളജി ആണെങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും രസകരമായ കോണ്ടന്റുകളുമായി ഇരുവരും എത്താറുണ്ട്. അതുമാത്രമല്ല ലൈഫ് സ്റ്റൈൽ വ്ലോഗിങ്ങിലും രസകരമായ കോണ്ടന്റ്സ് ആണ് ഇവർ നൽകുന്നത്. ഇവരുടെ അവതരണം തന്നെ ഒരു വ്യത്യസ്ത രീതിയിലാണ്. അതുമാത്രമല്ല സൂപ്പർ വാവ എന്നൊരു പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് അട്രാക്റ്റഡ് ആകും. നമ്മുടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ പോലെ ഇപ്പോൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇന്റർവ്യൂസിലൂടെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ സൂപ്പർ വാവ മെഹർ ഫാത്തിമ കോമ്പിനേഷൻ. ഇവരുടെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള അവതരണം തന്നെയാണ് ഇവരുടെ കോംബോ ഹിറ്റ് ആവാൻ കാരണം. യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം വീഡിയോസ് ആണെങ്കിലും നോക്കുമ്പോൾ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇവരുടെ പ്രസന്റേഷനും എല്ലാം ഒരു വ്യത്യസ്തത നിറഞ്ഞ തന്നെയാണ്. അതുമാത്രമല്ല ഇന്റർവ്യൂസിലെല്ലാം തന്നെ ഇവരുടെ സംസാരങ്ങളും ഇവരുടെ അവതരണവും പ്രതികരണവും ഒക്കെ തന്നെ കാണാൻ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ ഇന്റർവ്യൂസ് ആണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. സിംഗിൾ ഓർ കമ്മിറ്റഡ്? ഞാൻ സിംഗിൾ ആണ്. ഉറപ്പിക്കാവോ? 100 വട്ടം. വാവയുടെ ഏതെങ്കിലും കമ്മിറ്റഡ് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഇവരിപ്പോ പറയുന്നത് ഇവൻ സിംഗിൾ ആണെന്നാണ്, പക്ഷെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അപ്പൊ നിങ്ങൾ വാവയായിട്ട് കമ്മിറ്റഡ് ആണെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. ഓക്കെ, ഇതെന്താ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടോന്നൊക്കെ, ഇതെന്താ കടയിൽ നിന്ന് വല്ല വാങ്ങണ പോലെ? എനിക്ക് മാനേജ് ചെയ്യാൻ വയ്ക്കൂല കേട്ടോ സത്യത്തില്. ഒരു ഗേൾ ഫ്രണ്ട് മതി. രണ്ടെണ്ണം മാനേജ് ചെയ്യാൻ വയ്ക്കൂല സത്യത്തില്. അപ്പൊ വാവ എപ്പോഴും റിലേഷൻഷിപ്പിൽ എപ്പോഴും കോളൊക്കെ ചെയ്യണ ആളാണോ? വിളിക്കോ? എന്നിട്ട് ഈ അല്ലേ പറഞ്ഞ എനിക്ക് വിളിച്ച് സംസാരിക്കൊന്നും അറിയില്ല. ലൈന് വിളിക്കണ പോലെ അല്ലല്ലോ. ലൈന് വിളിക്കുമ്പോ ഫസ്റ്റ് എന്താ ചോദിക്കാ? ഞാൻ അങ്ങനൊന്നുമില്ല. പറ. അങ്ങനെ ഞാൻ ഇപ്പൊ എന്താ ചോദിക്ക, എങ്ങനെ ചോദിക്ക, എന്തായാലും അപ്പൊ വരൂ. സ്നേഹത്തോടെ എന്താ വിളിക്കുക? എന്റെ ലൈന് എനിക്ക് ലൈനില്ലല്ലോ. അല്ല എന്നാലും ലൈന് കൊറേ ഉണ്ടായിരുന്നല്ലോ മുന്നേ. ഞാൻ ആരോടും അങ്ങനൊന്നുമില്ല. ഏറ്റവും സ്നേഹം കൂടുമ്പോ എന്താ വിളിക്കുക? പുറത്തുകൂടി ഇറങ്ങി നടക്കണ ഓൾ എന്നെ എന്തായാലും വാവേന്നല്ലേ വിളിക്കുക? അപ്പം ഈ എന്താ വിളിക്കുക? മുത്തേ, ചക്കര, അതൊന്നുമില്ല. പിന്നെ എന്താ അങ്ങനെ വിളിക്കൂല. എനിക്ക് മടിയാവുണ്ട്, നാണാവുണ്ട്. ഓക്കെ, എന്താണ് ട്വിങ്കിൾ എന്താ പറഞ്ഞേക്കണേ നോക്കാം നമുക്ക്. ഓക്കെ, വാവയ്ക്ക് ഒരു ട്വിങ്കിൾ കഴിക്ക്. ഫുള്ള് കഴിക്കണ്ടല്ലോ. ഇല്ല, ഒന്ന് കഴിച്ചോ. ട്വിങ്കിളിനെ കാണിച്ചു കഴിച്ചോ, അല്ലെങ്കിൽ എടുത്തു വെച്ചോ, അവന്മാർക്ക് ആർക്കെങ്കിലും കൊടുക്കാലോ. ഒരു കടി കഴിക്കണം മോനെ. കഴിച്ചേ. ഉമ്മേ ആരാടും